അപ്പോൾ സൃഷ്ടാവിൻ്റെ ഈ കൈകളെന്ന അംശം വഴി സൃഷ്ടാവ് നമ്മളെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്, നമ്മളെ രഹസ്യങ്ങളും പരസ്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. നമ്മുടെ 110 പറയുന്നത് തീർച്ചയായും സംസാരത്തിൽ നിന്ന് പരസ്യമായിട്ടുള്ളത് അവൻ അറിയും, നിങ്ങൾ ഒളിച്ചു വെക്കുന്നതും അവൻ അറിയും. നമ്മളെ രഹസ്യങ്ങൾ അറിയാനുള്ള കഴിവ് സൃഷ്ടാവിന്റെ കൈകളെന്ന അംശത്തിനുണ്ട്. അതുവഴി സൃഷ്ടാവ് അത് അറിയുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ വ്യക്തമായിട്ട് പറയാന്നുണ്ടെങ്കിൽ. ഇത് നമ്മൾ ബൈബിളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവസാന കാലഘട്ടത്തിൽ അവർ ഒരുമിച്ച് കൂടും, സൃഷ്ടാവിന്റെ മഹത്വം അറിയും എന്നൊക്കെ. ഇതന്നെയാണ് ഭഗവത്ഗീതയിലും പറയുന്നത്, സൃഷ്ടാവിന്റെ ഈ കൈകൾ എന്ന അംശത്തിന്റെ തെളിവുകൾ. ഇത് നമുക്ക് ഒരു കാലം വരെയുള്ള സുഖാനുഭവമാണ്, നിശ്ചിത കാലം വരെയല്ല. എന്നാൽ ഇത് നമുക്കൊരു പരീക്ഷണവും ആണ് എന്ന് സൂചന ഇവിടെ നൽകുന്നുണ്ട്. ഈ ഒരു പരീക്ഷണത്തെ പറ്റിയിട്ട് അധ്യായം 17 സൂറ ഇസ്രാഹിൽ 12 പറയുന്നത്, രാവിനെയും പകലിനെയും നാം 2 ദൃഷ്ടാന്തങ്ങളാക്കിയിരിക്കുന്നു. രാവാകുന്ന ദൃഷ്ടാന്തത്തെ നാം മങ്ങിയതാക്കുകയും പകലാകുന്ന ദൃഷ്ടാന്തത്തെ നാം പ്രകാശം നൽകുന്നതാക്കുകയും ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള അനുഗ്രഹം നിങ്ങൾ തേടുന്നതിന് വേണ്ടിയും കൊല്ലങ്ങളുടെ എണ്ണവും കണക്കും നിങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടിയും ഓരോ കാര്യവും നാം നല്ലവണ്ണം വിശദീകരിച്ചു. നമുക്ക് മാസം, കൊല്ലം, വർഷമൊക്കെ കണക്കാക്കാൻ സൃഷ്ടാവിന്റെ സഹായം നമ്മൾ ആശ്രയിക്കുന്നുണ്ട്. ഓരോ മനുഷ്യനും അവന്റെ ശകുനം അവന്റെ കഴുത്തിൽ തന്നെ നാം ബന്ധിച്ചിരിക്കുന്നു. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ ഒരു ഗ്രന്ഥം നാം അവന് വേണ്ടി പുറത്തെടുക്കുന്നതാണ്, അത് നിവർത്തി വെക്കപ്പെട്ടതായി അവൻ കണ്ടെത്തും. അപ്പോൾ ഓരോ മനുഷ്യന്റെ ശകുനം അവന്റെ കഴുത്തിൽ തന്നെ ബന്ധിപ്പിച്ചിട്ടുണ്ട് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ അതേ കാര്യം തന്നെ. കാരണം സൃഷ്ടാവിന്റെ ഈ കൈകളെന്ന അംശം നമ്മളെല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അത് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അത് നമുക്ക് ഒരു ശകുനമായി മാറാതിരിക്കണമെങ്കിൽ നമ്മൾ അത് അതിൻ്റെതായ രീതിയിൽ ഉപയോഗപ്പെടുത്താം. നമ്മൾ തെറ്റ് ചെയ്യാനുള്ള ഒരു അവസരമാക്കിയിട്ട് നമ്മൾ ജീവിതം നമ്മൾ എടുക്കരുത്. ഇതിൽ തന്നെ 60 പറയുന്നത്, തീർച്ചയായും നിന്റെ രക്ഷിതാവ് മനുഷ്യരെ വലയം ചെയ്തിരിക്കുന്നു എന്ന് നാം നിന്നോട് പറഞ്ഞ സന്ദർഭവും ശ്രദ്ധേയമാണ്. നിനക്ക് നാം കാണിച്ചു തന്ന ആ ദർശനത്തെ നാം ജനങ്ങൾക്ക് ഒരു പരീക്ഷണം മാത്രമാക്കിയിരിക്കുകയാണ്. സൃഷ്ടാവിന്റെ ഈ കൈകളെന്ന അംശത്തെ നമ്മൾ ആശ്രയിക്കുന്നത് നിത്യജീവിതത്തിൽ നമുക്കത് ആവശ്യമാണ്. ഈ ഒരു അംശം അതിനെ സൃഷ്ടാവ് നമ്മളെ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള തെളിവുകളാണ് പുറത്തു വരുന്നത്. എന്നാൽ ഇത് നമുക്കൊരു പരീക്ഷണം മാത്രമാണ് എന്നുള്ള ഇവിടെ സൂചന വരുന്നത്. ഒരു അമ്പ്യായില് നമ്മൾ പറഞ്ഞു ഇതൊരു പരീക്ഷണമാണ് എന്നുള്ള സൂചന അവിടെയും തന്നു, ഇവിടെയും തന്നു. ഒരു ആയത്തിൽ തന്നെ ലാസ്റ്റ് പറയുന്ന ഒരു കാര്യമുണ്ട്, നാം അവരെ ഭയപ്പെടുത്തുന്നു, എന്നാൽ വലിയ ധിക്കാരം മാത്രമാണ് അത് അവർക്ക് വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പരീക്ഷണം വന്നാൽ തന്നെ മനുഷ്യർ ഒരുപാട് പേര് അതിനെ ധിക്കരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇവിടെ തന്നെ തെളിവായിരുന്നു. പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ ഒക്കെ അറിയാൻ കഴിയുന്ന സൃഷ്ടാവാണ്. സൃഷ്ടാവിനെ അറിയാം നമ്മൾ എത്രത്തോളം ഇതിനെ അംഗീകരിക്കും, വിശ്വസിക്കും. ഇപ്പോൾ ബൈബിള് പറയുന്നുണ്ടല്ലോ, സൃഷ്ടാവിന്റെ കൈകൾ വെളിപ്പെടുന്നു, എന്നാ വിശ്വസിക്കാത്തവരോട് ക്രോധം കാണിക്കുന്നൊക്കെ. ആ ഒരു സാഹചര്യം കണ്ടറിയാൻ പോകുന്ന കാര്യങ്ങളാണ്. തെളിവുകൾ നിരത്തിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അത് ബൈബിൾ ആവട്ടെ, ഖുർആൻ ആവട്ടെ, ഭഗവത്ഗീത ആവട്ടെ. തെളിവുകൾ നിരത്താത്ത ഒരു കാര്യവും ഞാൻ നിങ്ങളോട്